ഖുർആൻ ഹിഫളാക്കുന്ന മക്കളെ ദേഹത്തടിച്ചടിച്ചടിച്ചിട്ട് കാലിൽ ചോര വന്നിട്ട് മുറിവായിട്ട് ആ മക്കളുടെ ഉപ്പയും ഉമ്മയും ഇനി മോൻ ഖുർആൻ പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് വെറുത്തു പോകാൻ നമ്മൾ കാരണമായി ഒരു മുഅല്ലിമിനെ, ഒരു ദാഇയെ, ഒരു പ്രബോധകനെ സമൂഹത്തിന് നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം ഈ അധ്യാപകരായിരിക്കും. ഇന്ന് അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് മദ്രസയിലും ഹിഫ്ള് പഠിക്കാനും അറബി കോളേജിലും ദാറുൽ ഹുദ അടക്കമുള്ള സംവിധാനങ്ങളിൽ മക്കൾ പഠിക്കാൻ വരുമ്പോൾ അധ്യാപകരോട് പറയാ ഈ മക്കൾക്ക് നാട്ടിൽ പോകാൻ നൂറുകണക്കിന് ഓപ്ഷനുകൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അല്ലാത്തതും പ്രൈവറ്റും പബ്ലിക്കും സ്കൂളുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ വീടും വീട്ടുകാരും കുട്ടിയും ചേർന്ന് ദീൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ദീനീ സ്ഥാപനത്തിലേക്കോ ദർസിലേക്കോ കടന്നു വരുമ്പോൾ ആ മക്കളുടെ ആ മനസ്സിന്റെ സന്നദ്ധതയെ എത്ര കണ്ട് നമ്മൾ പ്രശംസിക്കണം. ഇന്നത്തെ കാലത്ത് ആ മക്കൾ വെറുപ്പ് പിടിച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ആ മക്കളെ കൂടെ നിർത്തുന്ന ഒരു വാപ്പയെ പോലെ കരുതൽ കൊടുക്കാൻ കഴിയുന്നവരാകണം ഇന്നത്തെ അധ്യാപകന്മാർ. ഇന്ന് അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റും. ഞാൻ എന്നെക്കാളും വലിയ ഹൈറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്. ഒരു അടീൻ്റെ ആവശ്യമില്ല. വടി ഞാൻ തൊട്ടിട്ടില്ല 24 കൊല്ലമായിട്ട്. മക്കൾ പഠിക്കും. ഏത് കൊമ്പന്മാരും മുമ്പിൽ നിൽക്കും. അതിന് അധ്യാപകന് ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില ഇൻസ്ട്രക്ഷൻസും പഠിക്കണം. ഒരു കുട്ടീനെ അടിക്കേണ്ട ആവശ്യമില്ല. അവർ സ്നേഹിക്കും നമ്മളെ, അവർ പഠിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തെ, നമ്മുടെ കിതാബുകൾ, നമ്മുടെ ദീനിന്റെ വിഷയങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും. അത് ഇന്നത്തെ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി പറയാതെ നിങ്ങളോട് മാത്രമല്ല, ഈ പരിപാടി ലൈവ് നടക്കുന്നുണ്ടാവും. ഏതെങ്കിലും ഉസ്താദുമാർ അധ്യാപകന്മാരും ഇത് കേട്ടാൽ അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. പ്രശംസിക്കണം, മക്കളുടെ നന്മകളെ പ്രശംസിക്കണം. പ്രൈസിങ്, നല്ല അഹ്സൻസ്, നീ നല്ല കാര്യം ചെയ്തു എന്ന് പറയണം. അവർ പറഞ്ഞ നല്ല വാക്കുകളെ എടുത്ത് മറ്റ് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ച് പ്രശംസിക്കണം.